എവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് ഇടവേള കഴിഞ്ഞ് നമ്മൾ എത്തുകയാണ്. ഇനി തുടരെ വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. പരീക്ഷയായിരുന്നു, ഓണപ്പരീക്ഷയായിരുന്നു. പ്ലസ് ടു ആയതുകൊണ്ട് തന്നെ ഓണപ്പരീക്ഷ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. നാളെ ISL തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ, പ്രത്യേകമായിട്ടൊരു വീഡിയോ നാളെ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ISLലെ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ജേഴ്സികളെ പറ്റിയാണ്, ഹോം ഹെവേ തേർഡ് കിറ്റുകളെ പറ്റിയാണ്. അതിൻ്റെ ഒരു അനലൈസിങ് വീഡിയോ ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മറ്റ് ISL ക്ലബ്ബുകളുടെ കിറ്റുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. വീഡിയോ മാക്സിമം മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോട്ട് നാളത്തെ വീഡിയോ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ തന്നെയായിരിക്കും. ഇനി തുടർന്ന് വരുന്ന വീഡിയോകളും ISL തുടങ്ങാൻ പോവുകയാണ്. ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് തന്നെയായിരിക്കും വരിക. അതുപോലെ തന്നെ ഏത് ചാനലാണ് ISL കാണേണ്ടത്, TV ടെലികാസ്റ്റിംഗ് ഒക്കെ, ഫോൺ ടെലികാസ്റ്റിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം അത് ഇതിനകത്താണെന്ന് നമ്മൾ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആയിട്ട് കിടക്കാം. അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം കിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റും, ഞാൻ ലൂണ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. ഇപ്പം അദ്ദേഹം ധരിച്ചിരിക്കുന്ന കിറ്റാണ് ഹോം കിറ്റ് എന്ന് പറയുന്നത്. ഹോം കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അല്ലെങ്കിൽ മുൻ വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ദയനീയകരം തന്നെയാണ്. കാരണം എക്സ്പെക്റ്റ് ചെയ്തത് എന്താണോ അല്ലെങ്കിൽ ലീക്കായത് എന്താണോ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു മാറ്റവുമില്ല. മുൻ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ പ്രൊമോ വീഡിയോകൾക്കായി യൂസ് ചെയ്തതിനേക്കാൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നല്ലൊരു ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രൊമോ വീഡിയോയിൽ കണ്ടതിനേക്കാളും നല്ലൊരു ജേഴ്സി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ പ്രൊമോ വീഡിയോയിൽ നിന്ന് ഒരു മാറ്റവുമില്ലാതെ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പരിശോധിക്കുകയാണെങ്കിൽ ഈ ജേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനൊരു ഡിസൈന് ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഹോം ജേഴ്സിയിൽ പരീക്ഷിക്കുന്നത്. ഹോം ജേഴ്സിയിൽ വലിയ തരത്തിലുള്ള ഡിസൈനിങ്, പ്രത്യേകിച്ച് ഈ യെല്ലോ കളറിൽ നിന്ന് എടുത്തേക്കുന്ന യെല്ലോ കളറിൽ വലിയ ഡിസൈനുകളൊന്നും ചേർക്കാതെ, പ്രത്യേകിച്ച് മുൻവശത്ത് ഒന്നും ചേർക്കാതെ സൈഡിലൊക്കെ ചേർത്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ കണ്ടിരുന്നു. ആനയുടെ തൊലി എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അത് ഇറക്കിയിരുന്നത്, സൈഡിലൊക്കെ കൊടുത്തുകൊണ്ട്. അത്ര ചെറിയ ചെറിയ ഡിസൈനുകൾ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളൂ. ജേഴ്സി മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2023 ബൈജൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ബൈജൂസ് എന്ന് എഴുതിയ മെയിൻ സ്പോൺസറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വലിയ രീതിയിൽ ഒരു ബ്ലൂവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇതിനു മുമ്പ് ഇങ്ങനൊരു ജേഴ്സി ഇറക്കിയിട്ടില്ല. ജേഴ്സി സ്പോൺസർ പാർട്ട്നേഴ്സ് മാറിയിട്ടുണ്ട്. അതായത് 6x6 ആയിരുന്നു ജേഴ്സികൾ ഇറക്കിക്കൊണ്ടിരുന്നത്, അത് മാറിയിട്ടുണ്ട്. 2020 ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ഇറക്കിക്കൊണ്ടിരുന്നവരാണ് ഇപ്പോൾ അടിക്കുന്നത്. 2020 പറ്റി ഇതും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും മെച്ചപ്പെട്ടത് 2020 തന്നെയായിരുന്നു. അത് നല്ലൊരു ജേഴ്സി തന്നെയായിരുന്നു. പക്ഷേ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററായി എനിക്ക് തോന്നുന്നത് 2020 ഹോം കിറ്റ് ആയിരുന്നു. ആദ്യ കൊറോണ സീസണിൽ കോവിഡ് കാരണം അടച്ചിട്ട് നടത്തിയ ISL സീസണിലെ കിറ്റായിരുന്നു ഹോം കിറ്റ്. അത് നല്ലൊരു കിറ്റ് തന്നെയായിരുന്നു. ക്യൂവിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് അന്ന് കളിച്ചിരുന്നത്. ആ ജേഴ്സി നല്ലൊരു ജേഴ്സി ആയിരുന്നു. നിങ്ങളുടെ ഹോം കിറ്റിനെ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം കിറ്റിൻ്റെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് മുൻ സീസണും ഈ സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജേഴ്സി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തായി നമുക്ക് സെക്കൻഡ് കിറ്റിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കിറ്റ്, ഹെവേ കിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഫുൾ ബ്ലൂവിൽ ഒരു ചെറിയ രീതിയിൽ യെല്ലോ ലൈനുള്ള, അടിയിൽ യെല്ലോ ലൈൻ കൊടുത്തിട്ടുള്ള അത്യാവശ്യം മെച്ചപ്പെട്ട എന്ന് തന്നെ പറയാം. മുൻ വർഷങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും മെച്ചപ്പെട്ടത് കഴിഞ്ഞ വർഷത്തായിട്ടാണ് എൻ്റെ ഒരു കണക്കിൽ, എൻ്റെ ഒരു നിഗമനത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ വർഷത്തെ നല്ല കളർഫുള്ളായിട്ടുള്ള, കളർ സെൻസ് ആയിട്ടുള്ള 6x6 ഡിസൈൻ ചെയ്ത കളറാണ് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഹെവി കിറ്റായിരുന്നു അവർ ഇറക്കിയിരുന്നത്. ഇത് മോശമാണെന്നല്ല പറയുന്നത്. ഹോം കിറ്റായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് എന്തുകൊണ്ടും മെച്ചപ്പെട്ട സാധനം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഹെവി കിറ്റായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്രത്തോളം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കാണാനുള്ളത്. മുൻ വർഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഹെവി കിറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മുൻ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ വർഷവും ഈ വർഷമായി നോക്കുമ്പോൾ ഹെവി കിറ്റിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം. അടുത്തത് തേർഡ് കിറ്റാണ്, എൻ്റെ ഫേവറേറ്റ് കിറ്റാണ്. എനിക്ക് അതിലേക്ക് കിടക്കാം നമുക്ക്. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് കിറ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിറ്റിലേക്ക് വരുമ്പോൾ മറ്റ് 2 കിറ്റുകൾ, ഹോം ഹെവി കിറ്റുകളെ പറ്റി നോക്കുമ്പോൾ ഇതിട്ടായാലും ചിലപ്പം ഹോം കിറ്റായിട്ട് ഇട്ടാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. കാരണം ഈ ഡിസൈനിലേക്ക് വരുമ്പം നമ്മുടെ ജർമ്മനിയുടെ ഈ സീസണിലെ അല്ല അവരുടെ ഒരു കിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വൈറ്റിൽ ഇതേ ഷെയ്ഡിലൊരു ഓറഞ്ച്, സൂര്യൻ്റെ നിറമുള്ള ഒരു ഓറഞ്ച്
ഇവിടെ ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത പോലെ തന്നെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് തന്നെ ഓറഞ്ച് നിറം 2 സൈഡിലും കൊടുത്തുകൊണ്ട് ഒരു ഗംഭീര ഡിസൈനിലാണ് ജർമ്മനിയുടെ നാഷണൽ ടീമിൻ്റെ ജേഴ്സി ഉള്ളത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. UEFA നാഷണൽ ലീഗിലും യൂറോ കപ്പിലും അവർ ധരിച്ചിരിക്കുന്ന ഒരേ ഇത് തന്നെയാണ്. ആ കിറ്റുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഓറഞ്ച് മുഴുവനായി ഓറഞ്ച് കൊടുത്തിരിക്കുകയാണ്. അവിടെ മുഴുവനായിട്ട് ഓറഞ്ച് ഇല്ലെങ്കിലും കുറച്ച് ഡിസൈനിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഏകദേശം അതുപോലെ തന്നെയുള്ളൊരു ജേഴ്സിയാണ് ബ്ലാസ്റ്റേഴ്സ് തേർഡ് കിറ്റായി ഇറക്കിയത്. ഇത് തേർഡ് കിറ്റല്ല, ട്രെയിനിങ് കിറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് റൂമറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇത് തേർഡ് കിറ്റാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം തേർഡ് കിറ്റിനെ പറ്റി പറയുമ്പോൾ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ 3 കിറ്റിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തേർഡ് കിറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാനൊരു ജർമ്മനി ഫാൻ അല്ലെങ്കിൽ കൂടി ആ കിറ്റിലെ കളർ സെൻസ് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കളറ് വൈറ്റിൽ ഈ ഓറഞ്ച് വന്ന കളർ നല്ല രസമുണ്ടായിരുന്നു. ആ കളറ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ കളറ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഹെവി കിറ്റിലേക്ക് വരുമ്പം തേർഡ് കിറ്റിലേക്ക് വരുമ്പം തേർഡ് കിറ്റ് കഴിഞ്ഞ വർഷവും പച്ചയായിരുന്നു. അത് ദൂരെ നോക്കുമ്പം കളി കാണുന്നവർക്ക്, അതായത് ലോങ് ഷോട്ടിൽ കളി കാണുമ്പോൾ നമുക്ക് വൻ ബോറല്ല അത്യാവശ്യം ബോറായിട്ട് തോന്നുമെങ്കിലും അടുത്ത് നോക്കുമ്പം അതിനകത്തുള്ള ഡിസൈനൊക്കെ മര്യാദയ്ക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഇതാണെന്ന്. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷത്തെ തേർഡ് കിറ്റ് പരിശോധിക്കുമ്പം എനിക്ക് കുറച്ചുകൂടിയും ഈ വർഷത്തെ തേർഡ് കിറ്റാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇതൊക്കെയാണ് ഈ വർഷത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കിറ്റുകളെ പറ്റി നോക്കുമ്പോൾ. ഈ ISL കിറ്റിലേക്ക് വരുമ്പോൾ ISL എല്ലാ ടീമിൻ്റെയും കിറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുംബൈ സിറ്റിൻ്റെയാണ്. അതായത് മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള എയർ കമ്പനിയും അതുപോലെ തന്നെ പ്യൂമയൊക്കെയാണ് ഈ വർഷത്തെ, അതായത് മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ അതുപോലെ തന്നെ അച്ചടിച്ച് വെച്ച ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ മുംബൈ സിറ്റി ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതൊരു ഗംഭീര ഡിസൈൻ തന്നെയാണ്. വലിയ രീതിയിലൊന്നും കൊടുത്തിട്ടില്ല, ഒരു ഡിസൈനും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ബ്ലൂയിലുള്ള സ്പോൺസേഴ്സിനെ കൊടുത്ത് ലോഗോ കൊടുത്തിട്ടുള്ള ഒരു ഇതാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ കാണാൻ രസമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ വെറും മഞ്ഞയായിട്ടുള്ളതാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി കാണാനൊരു ഭംഗി ഉണ്ടാകുമായിരുന്നു. മറ്റേ ലൈറ്റ് വന്നുകൊണ്ട് കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ISL ക്ലബ്ബ് ഏതാണെന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വർഷത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം മുംബൈ സിറ്റീൻ്റെ ജേഴ്സിയാണ് ISL എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജേഴ്സി. ഹോമും ഹെവയൊക്കെ, പ്രത്യേകിച്ച് ഹോം അതെന്തായാലും ഒരു നല്ലൊരു ജേഴ്സിയാണ്, പ്രത്യേകിച്ച് ഹോം ഫുള്ള് ബ്ലൂ ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ഏകദേശം അതുപോലെ തന്നെ, ബാക്കി എല്ലാ ടീമിൻ്റെയും വലിയ മാറ്റങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെയാണ്. ബംഗളൂരിൻ്റെ ആയിരുന്നു നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ലൈനേ വരുന്നുള്ളൂ. പിന്നെ ഹെവി കിറ്റിലാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത്. ഹോം കിറ്റിലേക്ക് വരുമ്പം മോഹൻ ബഗാൻ്റെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഹൈദരാബാദിൻ്റെ മാറ്റമില്ല, ഈസ്റ്റ് ബംഗാളിൻ്റെ മാറ്റമില്ല, ചെന്നൈൻ്റെ മാറ്റമില്ല, അങ്ങനെ നോർത്ത് ഈസ്റ്റിൻ്റെ മാറ്റില്ല, അങ്ങനെ എല്ലാവരുടെയും. ജംഷഡ്പൂരിനൊന്നും മാറ്റില്ല, ജംഷഡ്പൂരിൻ്റെ നോർത്ത് ഈസ്റ്റിനൊന്നും മാറ്റങ്ങൾ വരാറേ ഇല്ല. അപ്പം അതൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്, കഴിഞ്ഞ വർഷത്തെ പോലത്തെയൊക്കെ തന്നെയാണ്. അപ്പം ജേഴ്സികൾ വെച്ച് നോക്കുമ്പം മെയിനായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഹോം കിറ്റിൽ മുംബൈ സിറ്റി, ബ്ലാസ്റ്റേഴ്സ്, ബംഗളൂരു തുടങ്ങിയ കുറച്ച് ക്ലബ്ബുകൾ മാത്രമാണ് ഹോം കിറ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് എല്ലാ കൊല്ലവും ഹോം കിറ്റിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്, അത് വേറെ കാര്യം. പ്രത്യേകിച്ച് 2020 ബ്ലാസ്റ്റേഴ്സ് ഇങ്ങോട്ട് ഹോം കിറ്റിൽ മാറ്റങ്ങൾ പരീക്ഷിക്കാറുണ്ട്. അത് ചിലത് അധികം സക്സസ് ആയിട്ടുള്ളൂ, പക്ഷേങ്കിൽ ഇപ്പം കുറച്ച് പാളിപ്പോയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രൊമോ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നാളെയാണ് ISL തുടങ്ങുന്നത്. മുംബൈ സിറ്റി മോഹൻ ബഗാൻ മത്സരമാണ്. അതിനെ പറ്റിയൊരു വീഡിയോ, പ്രത്യേകിച്ച് ഒരു വീഡിയോ, സ്പെഷ്യൽ വീഡിയോ നാളെ വരുന്നുണ്ട്. അതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ ലൈക്ക് ചെയ്യാൻ മറക്കണം. മറ്റൊരു വീഡിയോ കണ്ടുകിട്ടാൻ താങ്ക്സ് ഫോർ വാച്ചിങ്.